ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. എമ്പുരാൻ ഇറങ്ങാൻ 3 ദിനം ബാക്കി നിൽക്കുകയാണ്. എമ്പുരാൻ്റെ ആദ്യ ദിനം 40 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ്. വേൾഡ് വൈഡായിട്ട് 40 കോടിക്ക് മുകളിലാണ് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് വന്നിരിക്കുന്നത്. ആദ്യ 4 ദിവസത്തെ അല്ലെങ്കിൽ വീക്കെൻഡ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആ വീക്കെൻഡ് അപ്ഡേറ്റുകൾ പ്രകാരം റെക്കോർഡാണ് സിനിമ തൂക്കിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീക്കെൻഡ്സ് 4 ദിവസത്തെ ടോട്ടൽ ഗ്രോസ് 58.1 കോടിയാണ് ഒഫീഷ്യലായി പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്താണേലും അതൊരു ഗംഭീര വിളയാട്ടം എന്ന് തന്നെ പറയാം. ഹിന്ദി, തമിഴ് ചിത്രങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് മലയാളത്തിൻ്റെ ഒരു സിനിമ എത്തുന്നത് ആദ്യമായിട്ടാണ്. എന്നാലും നമുക്ക് കാണാൻ കഴിയുന്നു, ഗംഭീരം അല്ലെങ്കിൽ അതിഗംഭീരം എന്ന് പറയുമ്പോൾ ആദ്യ ദിനത്തിൽ കേരളത്തിൽ നിന്ന് നമുക്ക് പ്രീസെയിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസുകൾ വന്നിരിക്കുന്നതനുസരിച്ചിട്ട് അത് 10 കോടിയോളം ആണ് എന്നുള്ളതാണ്. 10 കോടിക്ക് മുകളിലേക്ക് ടച്ച് ചെയ്തു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഏറ്റവും കൂടുതലായി പുറത്ത് വരുന്നത്. എമ്പുരാൻ്റെ ആദ്യ ദിനത്തെ ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ 2939 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 5,59,000 ഓഡിയൻസ് ബുക്ക് ചെയ്യുകയും 72.43% ഒക്യുപ്പൻസിയിലാണ് സിനിമ ഒക്യുപ്പൻസി വരുന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 437 ഹൗസ്ഫുൾ ഷോകളും അതേപോലെ 395 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോസ് എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 9,43,021 രൂപയാണ് ഇപ്പോൾ ട്രാക്കേഴ്സ്, അതായത് എന്താണേലും അതിനൊക്കെ മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും മറ്റ് പല രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന റെക്കോർഡ് കളക്ഷൻസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 30 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ വരുന്നു. കേരളത്തിനകത്തിൽ 10 കോടിക്ക് മുകളിൽ വരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4 കോടിക്ക് മുകളിൽ വരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൂടാതെ പല സ്ഥലങ്ങളിലും നമുക്ക് എടുത്തു പറയുന്ന കാര്യങ്ങൾ ഏർലി മോർണിംഗ് ഷോസ് വരുന്നു എന്നുള്ളതാണ്. എന്തായാലും 28, 29, 30 തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഏർലി മോർണിംഗ് ഷോസ് അലോ ചെയ്തിരിക്കുകയാണ്. പല തിയേറ്ററുകളിലും നമുക്ക് കാണാൻ കഴിയുന്നു മാരത്തോൺ ഷോസ് എന്നുള്ള. തൃശ്ശൂർ രാഗത്തിൽ 24 മണിക്കൂറും എമ്പുരാൻ പ്രദർശിപ്പിക്കും എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ 50 കോടി അടിക്കുമോ, അല്ലെങ്കിൽ ആദ്യ ദിനം 50 കോടി അടിക്കുമോ, ലിയോയുടെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുമോ എന്നൊക്കെ ചോദിച്ചെങ്കിൽ തീർച്ചയായും ലിയോയുടെ കളക്ഷൻ റെക്കോർഡുകൾ തീർക്കാൻ വളരെ എളുപ്പമായി തന്നെ ഇരിക്കുകയാണ്. ഏറെക്കുറെ 8 കോടിക്ക് മുകളിലാണ് ആദ്യ ദിനത്തെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഏറെക്കുറെ ഒരു 4 കോടിയോളം കൂടെ മാത്രം മതിയാകും ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ദിവസം വിജയിയുടെ ആ ഒരു റെക്കോർഡ് തകർക്കാൻ വേണ്ടിയിട്ട്. വേൾഡ് വൈഡായിട്ട് ഒരു മലയാള സിനിമ ഇത്രത്തോളം ഗംഭീരമാകുന്ന ആദ്യമായിട്ടാണ്.